അത് പിന്നെ വിവാഹം രജിസ്റ്റർ ചെയ്താലല്ലേ വിസ കിട്ടും. എങ്ങാനും രജിസ്ട്രേഷൻ ലേറ്റ് ആയാലോ? അയ്യോ ഭഗവാനെ, ലേറ്റായാ മതിയായിരുന്നു. ഒന്നും ലേറ്റ് ആവില്ല. ഒരു കാര്യത്തിനും ഒരു തടസ്സവും ഉണ്ടാവില്ല. ആ എല്ലാ കാര്യവും രാമകൃഷ്ണൻ വിളിച്ച് ഏർപ്പാടാക്കി ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നെ നമുക്ക് വെച്ച് താമസിപ്പിക്കണ്ട. ഫോട്ടോഗ്രാഫർ ഏട്ടാ, ഫോട്ടോ എടുത്തോട്ടെ. ആയിക്കോട്ടെ. അല്ലച്ച, ചെക്കനും പെണ്ണിനും മാലയോ വാങ്ങിയില്ലല്ലോ. അതൊന്നും വേണ്ട, എല്ലാം ഫോട്ടോഗ്രാഫർ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അതെ, കാര്യങ്ങളൊക്കെ വേണിച്ചേട്ടൻ പറഞ്ഞു. ഇനിയിപ്പോ മാലയൊക്കെ വാങ്ങാൻ ടൗണിൽ പോയി സമയം കളയുന്ന എന്തിനാ? എനിക്കൊരു അസിസ്റ്റന്റ് പയ്യനുണ്ട്, ഉഗ്രൻ എഡിറ്ററാ. പൂമാലയൊക്കെ അവനെ എഡിറ്റ് ചെയ്ത് കയറ്റിക്കൊള്ളു. ചെക്കനും പെണ്ണും ഒന്ന് പോസ് ചെയ്ത് നിന്നാ മതി. ചെക്കനും പെണ്ണൊക്കെ എപ്പോഴാ റെഡി? അളിയ, നിങ്ങളൊന്ന് അടുത്ത് നിന്ന് ചേർന്ന് പ്രിയ മാറും. ചേർന്ന് കയറില്ല. കുറച്ചുകൂടെ ചിരിച്ചോണ്ട് എടുത്തോ. ചിരിച്ചോ. ഒന്ന് സ്മൈൽ ചെയ്തേ. റെഡി? ഓക്കെ. ഇനി ഒരു പോസ് കൂടി. അതെന്തിനാ? ഒരു ഫോട്ടോ പോരെ അപേക്ഷ കൊടുക്കാൻ? എന്തായാലും ഫോട്ടോഗ്രാഫർ വന്നല്ലേ അളിയ, പുള്ളി പറയുന്നതൊന്ന് പോസ് ചെയ്യും. ചെക്കൻ പെണ്ണിന്റെ തോളിൽ കയറ്റി നിന്നേ. സന്തോഷത്തോടെ ഒന്ന് ചേർന്ന് നിന്നേ. ഏയ്, അതൊന്നും ശരിയാവില്ല. ഇങ്ങനെ നാണിക്കല്ലേ അളിയ. ആ കൈയെടുത്ത് തോളിലിട്ട് ഇട്. നിക്ക് മോനെ. ചേർന്നില്ല. ഇനി ഒരു പോസ്റ്റും കൂടെ ഉണ്ടേ. അളിയെ നിർത്തിക്കാൻ വേണോ? മുഖത്തോട് മുഖം നോക്കി പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അളിയതേ, ഇതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടോ. നീ ജയം പറയുന്ന പോലെ നിക്കടാ. അമ്മേ, ഈ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇത് എന്തൊരു കഷ്ടമാണ്. അളിയ, അച്ഛനെ വിഷമിപ്പിക്കല്ലേ, അറിയാലോ. ശരി, കെട്ടിപ്പിടി. ചേർന്ന് സന്തോഷത്തോടെ. ഇങ്ങോട്ട് നോക്കി. സർ, ഈ വിവാഹമൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന എവിടെയാ? വിവാഹം പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യാനാണോ? അതെ. വിവാഹം നടന്നവരുടെ ആധാർ കാർഡ്, വിവാഹം നടന്നതിന്റെ പത്രം, വധൂവരന്മാരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വിവാഹ ഫോട്ടോ, ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അത് ശരി. അപ്പൊ തനിക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യണ്ടേ? അയ്യോ സാറേ, ഞാൻ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വന്നതല്ല. പിന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ വന്നതാണോ? അല്ല സർ, ഞാൻ നടക്കാൻ പോകുന്ന ഒരു വിവാഹ രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കാൻ വന്നതാ. നടക്കാൻ പോകുന്ന വിവാഹ രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കാൻ വന്നതാണെന്നോ? ഇയാളാള് കൊള്ളാലോ. സംസാരിക്കുന്നതിനിടയില് സാറിന് കുടിക്കാൻ ചായയോ കോഫിയോ വല്ലതും വേണോ? ഒരു കോഫി ആവാ. മര്യാദക്ക് ഇറങ്ങി പൊക്കോണം. മനുഷ്യനിവിടെ 100 കൂട്ടം ജോലിയുള്ളതാ. അതിനിടയ്ക്കാ അവന്റെ ഒരു സമയം മെനക്കെടുത്തല്. ഇറങ്ങി പോണം മിസ്റ്റർ. സാറിങ്ങനെ ചൂടായാലും എങ്ങനെയാ? അല്ല, ഞങ്ങള് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ ഓഫീസിനെ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോ ജനങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാനും നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾക്ക് ശരിക്കും എന്താ വേണ്ടേ? സാറിനും കൂടെ ഉപകാരമുള്ള ഒരു കാര്യ എനിക്ക് വേണ്ടത്. എന്ത് കാര്യം? ഈ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ഇവിടെയല്ലേ? അതെ, ഇവിടെയാ. എനിക്ക് അതിന്റെ ചാർജ്. സാറേ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നിവിടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനേ ഒരു കൂട്ടര് വരും. ആ വിവാഹം സാറ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കരുത്. എന്നിട്ട് വിവാഹ രജിസ്ട്രേഷൻ സാറ് മുടക്കി തന്ന സാറ് പറയുന്ന എമൗണ്ട് ഞാൻ തരാം. താൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്നതേ ആരെങ്കിലും കേട്ടോണ്ടല്ലോ, അത് മതി എന്റെ പണി പോവാൻ. എന്റെ കഞ്ഞിൽ മണ്ണ് വരിയിടതെ ഒന്ന് ഇറങ്ങി പോടോ. സാറെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്?
അത് വിവാഹം കഴിഞ്ഞിട്ട് പിന്നീട് ആകട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നീണ്ടങ്ങ് പോയി. അതുകൊണ്ടാ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ധൃതിയും നിങ്ങളുടെ വരവും ഈ ചേട്ടന്റെ ആദ്യം പരവേശമൊക്കെ കാണുമ്പോ എനിക്ക് എന്തോ ഒരു പന്തിയോട് തോന്നുന്നു. സത്യം പറയേ, ഇവര് തമ്മിലുള്ള വിവാഹം നടന്നു തന്നെയാണോ? അതെന്താ സാറേ അങ്ങനെ ചോദിച്ചേ? ഈ വിവാഹം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഉദ്യോഗസ്ഥൻ നിലവിൽ ഞാനാ. പക്ഷേ എനിക്ക് ഇവരുടെ വിവാഹം നടന്ന് യാതൊരു വിശ്വാസവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ താലൂക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം രജിസ്റ്റർ ചെയ്യാം. ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത് ഒരു 15 ദിവസം കാത്തിരിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ ആ വഴിക്കൊന്ന് ട്രൈ ചെയ്യൂ. സാറേ, അങ്ങനെ പറയരുത്. ഇതെന്റെ മോന്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയാ. സാറ് ഞങ്ങൾ കൈവിടരുത്. എത്രയും വേഗം ഈ വിവാഹം രജിസ്റ്റർ ചെയ്ത് തന്നാ ഞങ്ങൾക്ക് ഇവർ രണ്ടാളെയും വിദേശത്തേക്ക് അയക്കായിരുന്നു. ഓ, അത് ശരി. അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് ഉദ്ദേശം. ഫാമിലി വിസയ്ക്ക് വേണ്ടിയുള്ള ഉടായിപ്പാണ്.